UDFന് ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ആ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് UDFൻ്റെ ഉശിരുള്ള പ്രവർത്തകന്മാരായിരുന്നു. ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും എല്ലാവരും അഹോരാത്രം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് തലപ്പിലുണ്ടായത്. CPMനകത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ, കുടുംബാധിപത്യത്തിനും അതുമൂലമുണ്ടാകുന്ന അഴിമതിക്കും എതിരായിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് തളിപ്പറമ്പിലെ മണ്ഡലത്തിലുണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 10 വർഷക്കാലം ഭരിച്ച ഇടത് ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. CPMൻ്റെ പല ശക്തി കേന്ദ്രങ്ങളുമാണ് തകർന്നടിഞ്ഞത്. ഇത് കാണിക്കുന്നത് CPM ഇന്ന് എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനുള്ള തിരിച്ചടിയാണ്. ഇപ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പാഠം പഠിക്കുമോ എന്ന ചോദ്യമാണ് CPMകാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം CPMനെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. അത് UDFന് ഏറ്റവും ആവേശകരമായ ഒരു വിജയമാണ് ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. തളിപ്പറമ്പിലെ ജനങ്ങൾ തീർത്തും വിശേഷിച്ചും CPMൻ്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ CPMനെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിൻ്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ CPMും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുത്താൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ CPMനോട് ചോദിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിൽ വിജയവും അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനും ധാർഷ്ട്യത്തിനും എതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് തളിപ്പറമ്പിലുണ്ടായിട്ടുള്ളത്. ആ തളിപ്പറമ്പിലെ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. സെക്രട്ടറി മാറും എന്നൊരു പ്രതീക്ഷ വരുന്നുണ്ട്. അണികളൊക്കെ തന്നെ പൊങ്കാലയാണ് MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ. പോസ്റ്ററുകളായും ബാനറുകളായും ഫ്ലക്സായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ മാറും എന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം ഞാനിപ്പോൾ ആ പാർട്ടിയിലില്ല. ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതാണ് പറഞ്ഞത്. ഇതിൽ പാഠം പഠിക്കാൻ ആ പാർട്ടി തയ്യാറാകുമോ അത് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. ഈ തിരിച്ചടിയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് ഈ CPMൻ്റെ സെക്രട്ടറി നയിക്കുന്ന ഈ ഘട്ടത്തിലാണല്ലോ. അതിൻ്റെ പാഠം പഠിക്കുക എന്ന് പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി CPM സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു വ്യക്തിക്കെതിരായിട്ടുള്ളതല്ല. CPM തുടരുന്ന നയത്തിനെതിരായിട്ടുള്ള വിധി. ആ നയം തിരുത്തുമോ? CPM നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകൾ തിരുത്തുമോ? അവരുടെയെല്ലാം ഭാഷ തിരുത്തുമോ? അവരുടെയെല്ലാം ശരീരഭാഷ തിരുത്തുമോ? ഇതാ ജനങ്ങൾ ചോദിക്കുന്നത്. വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നാണ് എന്നോടൊക്കെ ചോദിക്കുന്നത്. അതാണ് ഇനി അവർ പുനഃപരിശോധിക്കേണ്ടത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലേക്ക് വിജയത്തിന് കാരണം അവിടുത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണെന്ന വിലയിരുത്തൽ താങ്കൾ കണ്ടു? ഉൾപാർട്ടി പ്രശ്നമല്ല. പയ്യന്നൂരുണ്ടായിട്ടുള്ള വിഷയം അവിടെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ. അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, അവിടുത്തെ പാർട്ടി ഫണ്ട് ഉണ്ടായിട്ടുള്ള അവ്യക്തതയും തിരിമറിയാണ് കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ജനം വിശ്വസിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? പാർട്ടി ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ജനം വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് പയ്യന്നൂരുണ്ടായത്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഈ CPMൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ ആ ശക്തി കേന്ദ്രത്തിലാണ് പാർട്ടിക്കെതിരായിട്ടുള്ള വൻ ഭൂരിപക്ഷത്തോടുള്ള വിജയം പയ്യന്നൂരുണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനം വിശ്വസിക്കുന്നത് പാർട്ടി പറയുന്നതല്ല, പാർട്ടി പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ല എന്ന തെളിവാണ് പയ്യന്നൂർ. അതിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവരെയൊക്കെ ഓരോരാളുടെയും കഴിവുകേടും നന്നായി അറിയുന്ന ആളാണ് ഞാൻ. പി ജയരാജനും ഞാനും ഒക്കെ ഒരേ സമയത്ത് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് ഈ പാർട്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെയൊക്കെ കഴിവുകേടും ഒക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. അതൊക്കെ വിലയിരുത്തി പാർട്ടി, നിലവിലുള്ള പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ ആ പാർട്ടിയുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം എടുത്തോട്ടെ എന്ന് എനിക്കിനി പറയാനുള്ളൂ. ഇല്ലല്ല, ഞാൻ അക്കാര്യം പറയുന്നില്ല.
കാരണം വെച്ചാൽ അത് ഇനി എൻ്റെ വിഷയമല്ല, ഇനി അതെൻ്റെ വിഷയമല്ല, എനിക്കതിൽ പറയുന്നതിന് സ്ഥാനവുമില്ല. താങ്കളുടെ വിഷയമായ കാര്യം ചോദിക്കാം. യു.ഡി.എഫിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുകയാണ്. തലയെണ്ണാൻ ആളെ AICC. താങ്കൾ ആരെ പിന്തുണയ്ക്കും? ഞാനതിൽ എടുത്തിട്ടുള്ള നിലപാടിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെല്ലാം ചില വ്യവസ്ഥാപിത രീതികൾ ആ പാർട്ടിക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. CPM-ന് CPM-ൻ്റെതായ രീതിയുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് ആരെയാണോ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതിനെ പിന്തുണക്കുക എന്നുള്ള എൻ്റെ നിലപാട്. ആരായാലും അത് പാർട്ടി തീരുമാനിക്കുക, കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അതിന് ചില രീതികളുണ്ടല്ലോ കോൺഗ്രസ്സിൽ, ഹൈക്കമാൻഡ് ഉണ്ട്, അതുപോലത്തെ മറ്റ് വിവിധ വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത് അവരെ പിന്തുണക്കുക എന്നുള്ളതാണ് UDF പിന്തുണച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതല. ആ ചുമതലയെ നിർവഹിക്കും. ആര് തെറ്റിതിരുത്തിയിട്ട്? CPM തെറ്റിതിരുത്തിയാലല്ലേ? CPM പല ഘട്ടത്തിലും തെറ്റിതിരുത്തൽ ചർച്ചകൾ നടക്കും. അത് വെറും ഒരു അധര വ്യായാമം മാത്രമാണ്. ഒരാളും അതിൻ്റെ പേരിൽ തെറ്റിതിരുത്തിയ അനുഭവം എനിക്കില്ല. മേലെയൊന്നുമില്ല, താഴെയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ ഒരു ചടങ്ങായി എല്ലാ കാലത്തും നടക്കും. ഇപ്പോൾ ആ ചടങ്ങ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റിതിരുത്താൻ വേണ്ടി ഒരു ചർച്ചയും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഒരാളും തെറ്റിതിരുത്താൻ പോലില്ല, വെറും പറച്ചിൽ മാത്രമാണ്. ഇത്രയുള്ള അനുഭവം പാർട്ടി ഒരു തെറ്റും തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിലും എനിക്ക് യാതൊരു പങ്കുമില്ലല്ലോ. എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാനെന്തിനാ മനോജ പറയുന്നത്? ആരായിരുന്നാലും അവരാണ് തീരുമാനിക്കുക. അത് തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി CPM ആണ് അതിൻ്റെ നേതൃത്വം. അവരാണ് തീരുമാനിക്കുക. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിപ്പോൾ UDFൻ്റെ ഭാഗമാണ്. UDFൻ്റെ തീരുമാനത്തോടൊപ്പമാണ് ഞാൻ ഉണ്ടാവുക. PV അൻവറെ ഞാൻ കണ്ടിട്ടുമില്ല. PV അൻവർ എന്നെ കണ്ടിട്ടുമില്ല. എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു, ഞാൻ കാണാൻ വേണ്ടി തയ്യാറില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനിപ്പോൾ UDFൻ്റെ ഭാഗമായിട്ടുള്ള MLA ആണ്, UDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അല്ല, എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ താല്പര്യപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഏതൊരു പാർട്ടിക്കും തിരിച്ചടിയും കാര്യം തിരുത്തുക എന്നുള്ളതേ വിഷയമുള്ളൂ. പാർട്ടികൾ തിരുത്താൻ തയ്യാറുണ്ടോ? ആ തിരുത്താൽ ആ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. അതൊന്നും നമ്മളെ വിഷയമല്ല. അത് തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ, അവർക്ക് വേണമെങ്കിൽ. പക്ഷേ ഇത്രയുള്ള എൻ്റെ അനുഭവം ആ പാർട്ടി തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്, തിരുത്താൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ധാർഷ്ട്യവും ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങളെല്ലാം അനുസരിച്ചോളണം എന്ന നിലപാടുവാണെങ്കിൽ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകില്ല. തീർച്ചയായിട്ടും പിണറായി വിജയൻ തോൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, നമ്മളെ DC പ്രസിഡന്റ് വിഷമം ഉണ്ടാവില്ലേ? പിണറായി വിജയൻ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമുണ്ടാവും. കാരണം എന്താ അറിയോ, 10 കൊല്ലം മുഖ്യമന്ത്രി ആയതാണ് തോക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. ആ ഞെട്ടൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതല്ലാതെ പിണറായി വിജയൻ തോൽക്കുന്നത് ജയിക്കുന്നത് ഇപ്പം എൻ്റെ വിഷയമല്ല. പിണറായി വിജയൻ ജയിക്കരുതാണല്ലോ UDF കരുതുക. പക്ഷേ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ, അത് പിണറായി ആവട്ടെ വേറൊരാളാവട്ടെ, അവർ തോൽവിയെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. ഇതിവിടുത്തെ എന്താണ് മനസ്സിലായില്ല? അതാ പറഞ്ഞത്. ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിന് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആർക്കും ജീവിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും നേതൃത്വം വരികയോ വേണ്ട. ആർക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പോൾ ഗാന്ധിയൻ ആദർശം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരില്ലേ? എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിയൻ ആദർശത്തിനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതൊരാശയവും അവർ കൊണ്ടു നടക്കുന്നതിന് ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണ അല്ല ഇത് ഷീട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. ഓക്കെ.